നമുക്ക് നോക്കാം ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന്. ആ വ്യക്തിയുടെ മുഖം മനസ്സിലോർത്തുകൊണ്ട് അവരുടെ പേര് 3 തവണ ഉരുവിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇതിൽ പറയുന്ന പോസിറ്റീവ് എനർജി മാത്രം സ്വീകരിക്കുക, നെഗറ്റീവ്സ് എല്ലാം വിട്ടുകളയുക. ആ വ്യക്തി ഇപ്പോൾ സദാസമയം നിങ്ങളെ ഓർക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ചെറുതും വലുതുമായ ആഴത്തിലുള്ള ഒരു മുറിവ് മനസ്സിനേറ്റിട്ടുണ്ടാവണം. ഇപ്പോൾ അവർ പ്രതീക്ഷിക്കുകയാണ് അവർ നിങ്ങളോട് ചെയ്തിട്ടുള്ള തെറ്റുകളൊക്കെ നിങ്ങൾ മറന്നിട്ടുണ്ടാവും എന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാനുള്ള ഒരാഗ്രഹം അവർക്കിപ്പോൾ ഉണ്ട്. അതുകൊണ്ടാണ് അവർ നിങ്ങളെ കാണാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കൊരു മെസ്സേജ്, ഒരു കോളൊക്കെ ചെയ്യണമെന്ന് ഇപ്പോൾ അവർ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സന്തോഷമാണോ സങ്കടമാണോ എന്നൊക്കെ അറിയാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് അവർ. പക്ഷേ അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വച്ചിരിക്കുന്നതായി കാണുന്നുണ്ട്. ഇടയ്ക്കൊക്കെ അവർ ആ ബ്ലോക്ക് മാറ്റി നിങ്ങൾക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ പിന്നെ അവർ അത് അയക്കുന്നില്ല, വീണ്ടും ബ്ലോക്ക് ചെയ്യുന്നു. ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ കണ്ണിൽ ശരിയായിരിക്കാം, പക്ഷേ മറ്റുള്ളവരുടെ കണ്ണിൽ അത് ശരിയാവണമെന്നില്ല. ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തി ആലോചിക്കുന്നത് ഇത് മറ്റുള്ളവർ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അംഗീകരിക്കുമോ എന്നുള്ളതാണ്. പക്ഷേ ഈ സ്നേഹത്തെ കളയാനും അവർക്ക് മനസ്സ് അനുവദിക്കുന്നില്ല. അവർ ചിന്തിക്കുകയാണ് ഈ റിലേഷൻഷിപ്പിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന്. അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് എത്രയും വേഗത്തിൽ വരണം. ഇപ്പോൾ നിങ്ങളില്ലാത്ത ഒരവസ്ഥ അവർക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. വല്ലാത്തൊരു വേദനയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഇപ്പോൾ അവർ ചിന്തിക്കുന്നു അവർ നിങ്ങളോട് ഒത്തിരി തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന്. ഒരു ട്രസ്റ്റ് ഇഷ്യൂവും നടന്നിട്ടുള്ളതായി കാണുന്നുണ്ട്. മനഃപൂർവ്വമല്ലാത്ത ഒരു ചതി അവർ നിങ്ങളോട് ചെയ്തതായി കാണുന്നുണ്ട്. അതൊക്കെ ഓർക്കുമ്പോൾ അവർക്ക് വല്ലാത്തൊരു വെപ്രാളം തോന്നുകയാണ്. ഞാൻ എന്തൊക്കെയാണ് അവരോട് ചെയ്തത് എന്നൊക്കെ ആലോചിച്ചിട്ട്. അവരുടെ പ്രവൃത്തിയിൽ ഏറ്റവും കൂടുതൽ തകർന്നു പോയത് നിങ്ങളായിരിക്കാം. ഇതൊരു എൻഡായിപ്പോയ റിലേഷൻഷിപ്പ് ആണെങ്കിൽ, നിങ്ങൾ തമ്മിൽ ഇപ്പോൾ യാതൊരു കോണ്ടാക്റ്റും ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ളതാണ്. കാരണം ഈ റിലേഷൻഷിപ്പ് എൻഡായ സ്ഥലത്ത് നിന്നും വീണ്ടും തുടങ്ങാൻ അവർ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ അവരിൽ നിങ്ങളില്ലാതെ ഒത്തിരി വേദനിക്കുന്നുണ്ട്. അവർക്ക് മനസ്സിലായി നിങ്ങളില്ലാതെ അവർക്കൊരു സന്തോഷവും ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നില്ല എന്ന്. നിങ്ങളെ വിട്ടു പോയപ്പോൾ അവർ ചിന്തിച്ചിട്ടുണ്ടാകാം ഞാൻ സന്തോഷമായി ജീവിക്കുമെന്ന്. പക്ഷേ പോകെ പോകെ അവർക്ക് മനസ്സിലായി നിങ്ങളില്ലാതെ മുന്നോട്ട് സന്തോഷമായി പോകാൻ കഴിയില്ല എന്ന്. ഇവിടെ ഒരുപാട് അഡിഷൻസ് ഉണ്ട് ഈ വ്യക്തിക്ക്. നിങ്ങളോട് ഒരുപാട് അട്രാക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഇനി തിരികെ വരരുത് എന്ന് ആലോചിച്ച് പോയതാണ് അവർ. പക്ഷേ ഇപ്പോൾ നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് അവർ വളരെയധികം ആഗ്രഹിക്കുന്നു. അതിന് കാരണം അവർ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്ന സമയം അവർക്ക് കിട്ടിയ സന്തോഷം പോയ സമയം അവർക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ തമ്മിൽ ഒരു മുൻജന്മ ബന്ധമുണ്ട് എന്ന് അവർക്കിപ്പോൾ മനസ്സിലായി തുടങ്ങി. ഇവിടെ പറയുന്നു ഈ ബന്ധം നിങ്ങളടുത്തേക്ക് തിരികെ വരുന്നു. ഇതൊരിക്കലും വിട്ടുപോകാൻ കഴിയാത്ത ഒരു ബന്ധമാണ്. ഇനി ആ വ്യക്തി വരുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം എന്താണോ നിങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ടോക്സിക്കായി തീർന്നിട്ടുണ്ടായിരിക്കാം. അതായത് നിങ്ങൾ ചെയ്യുന്നതും പറയുന്നതൊന്നും ആ വ്യക്തിക്ക് ഇഷ്ടമാകാതിരിക്കുക. തിരിച്ചും അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പോൾ ആ വ്യക്തി ഓർക്കുന്നു പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ച് മുന്നോട്ട് പോയാൽ മതിയായിരുന്നു. ഇനി തിരികെ വരുമ്പോൾ അങ്ങനെ തന്നെ സ്നേഹത്തോടുകൂടി മുന്നോട്ട് പോകണം. നിങ്ങൾ തമ്മിൽ ഇനി ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാകരുതെന്നും അവർ ചിന്തിക്കുന്നു. ഇവിടെ ഒരു ഡിവൈൻ ടൈമിലാണ് ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരിക. ഒരു പക്ഷേ അത് നിങ്ങൾ ആ ടൈമിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങൾക്കരികിലേക്ക് എത്തുന്നതായിരിക്കും. ഇനി
ആ വ്യക്തി വരുമ്പോൾ നിങ്ങൾ തമ്മിൽ പരസ്പരം ഒരു ധാരണയുണ്ടാക്കി മുന്നോട്ട് പോകണമെന്നാണ് അവർ ചിന്തിക്കുന്നത്. ഒരു പക്ഷേ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മാരേജ് കഴിഞ്ഞ് ഒരു കുട്ടി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാകും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടി ഉണ്ടാകും. അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകും. ഒരു പക്ഷേ ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചോ നിങ്ങൾക്ക് ആ വ്യക്തിയെക്കുറിച്ചോ കൂടുതലൊന്നും അറിവുണ്ടാവില്ല. കാരണം ഇപ്പോൾ നിങ്ങൾ വളരെ ദൂരത്തിലായിരിക്കാം, പരസ്പരം ഒരു കോണ്ടാക്റ്റും ഇല്ലാത്തൊരവസ്ഥയുമാണ്. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സെപ്പറേഷനിലാണെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് താമസിക്കാതെ ഒരു മെസ്സേജ്, ഒരു കോൾ വരുന്നതായിരിക്കും. ആ വ്യക്തി താമസിയാതെ നിങ്ങൾക്കരികിലേക്ക് വരുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ആ വ്യക്തിയിൽ നിന്നും ഒരു ടെക്സ്റ്റ് മെസ്സേജ്, ഒരു കോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആ വ്യക്തിയുടെ ഒരു കോളോ മെസ്സേജോ വരാതെ ഇപ്പോൾ നിങ്ങൾ വളരെയധികം വിഷമിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ അവർ ഒരു ഡിവൈൻ ടൈമിൽ ഉറപ്പായും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ്. അവർ വരുമ്പോൾ നിങ്ങൾ വളരെയധികം ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുക. ആ വ്യക്തിക്ക് കുറച്ച് സമയം വേണമെന്ന് പറയുന്നുണ്ട്. കാരണം കുറച്ച് കാര്യങ്ങൾ ആ വ്യക്തിയുടേതായി ചെയ്തു തീർക്കാനുണ്ട്. മുമ്പ് ആ വ്യക്തിക്ക് നിങ്ങളോട് സംസാരിക്കാൻ വളരെയേറെ ഇഷ്ടമായിരുന്നു. ഒരു പക്ഷേ നിങ്ങൾ കൂടുതൽ സമയം സംസാരിച്ചിട്ടുണ്ടാവാം. നിങ്ങളുടെ സന്തോഷത്തിനിടയ്ക്കാണ് എന്തോ ഒരു പ്രശ്നം വന്നു രണ്ടുപേരും മാറിപ്പോയത്. അപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ സീക്രട്ടായി വെച്ചിരിക്കുകയാണ്. അവർ ഇപ്പോൾ ആലോചിക്കുന്നു, അവർ ചെയ്ത തെറ്റുകളൊക്കെ നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയും, നിങ്ങൾ വളരെ നല്ലൊരു വ്യക്തിയാണ് എന്നൊക്കെ. ചിലപ്പോൾ ഈ വ്യക്തിയെക്കുറിച്ച് ഇപ്പോൾ യാതൊരു വിവരം ഇല്ലെങ്കിലും നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ വ്യക്തി ഒരു തീരുമാനം എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടെ അവർ ഒരു പ്രശ്നം പരിഹരിക്കുമ്പോൾ അടുത്തൊരു പ്രശ്നം വന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഫിനാൻഷ്യലി പ്രോബ്ലം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയിൽ തന്നെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. ആ വ്യക്തി ഇവരെ വളരെയധികം ശല്യം ചെയ്യുന്നുണ്ടായിരിക്കാം. അവർ ചിന്തിക്കുന്നു, നിങ്ങളെ അവർക്ക് എന്തുകൊണ്ടാണ് മറക്കാൻ കഴിയാത്തത്? നിങ്ങൾ തമ്മിൽ പല ജന്മങ്ങളിൽ ബന്ധമുണ്ടായിരുന്നു എന്നവർ മനസ്സിലാക്കുന്നു. എന്തായാലും നിങ്ങളടുത്തേക്ക് എത്രയും വേഗം അവർക്ക് തിരിച്ചു വരണമെന്ന് അവർ വളരെയധികം ആഗ്രഹിക്കുന്നു. എത്രയും വേഗം നിങ്ങളടുത്തേക്ക് അവർ തിരിച്ചു വരുന്നതുമായിരിക്കും. നിങ്ങളെ വിട്ടുകളയാൻ അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലൂസ് നോക്കാം. ലെറ്റർ പി, ലെറ്റർ ടി, ലെറ്റർ ജി, ലെറ്റർ എം, എൻ, വി, എസ്. മലപ്പുറം, കൊല്ലം, ചങ്ങനാശ്ശേരി, കോഴിക്കോട്, തിരുവനന്തപുരം, ടീച്ചർ, കായംകുളം, മെഡിക്കൽ ഫീൽഡ്, മ്യൂസിക്, മീഡിയ, ഫ്ലവർ, ലിയോ, ഹെൽത്ത് ഇഷ്യൂ, ഇയേഴ്സ്, ഡിസംബർ, ചീറ്റിംഗ്, 48, 9, 2004, 1985, 34, 42, letter R, 2005, 1987, 1993, Mangalore, 1998, 1991, 2006, January, brothers, marriage, November, 333, 1988, 1994, Ernakulam, H, number 6, 555, 444, December 7,
1. White feather celebration.